ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകളുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യം നമ്മളുടെ ജോലി സാധ്യതകളെ AI ടെക്നോളജി ഇല്ലാതെയാക്കുമോ എന്നാണ്. തീർച്ചയായും വലിയ വ്യത്യാസങ്ങൾ നമ്മളുടെ ജോലിയെ സംബന്ധിച്ചിട്ടുള്ള നമ്മളുടെ കാഴ്ചപ്പാടിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ AI ടെക്നോളജി ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന AI ടെക്നോളജി എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ള AI ടെക്നോളജിയാണ്. അതായത് നാം കൊടുക്കുന്ന ഡേറ്റകൾ അനുസരിച്ചിട്ടാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. മനുഷ്യർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന തരത്തിലേക്ക് ജനറൽ AI ഇപ്പോഴും നമ്മളുടെ സങ്കല്പത്തിലാണ്. പൂർണ്ണമായി നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, പ്രവൃത്തി പദത്തിലേക്ക് അത് എത്തിയിട്ടില്ല. മനുഷ്യന്റെ സവിശേഷ ബുദ്ധി കമ്പ്യൂട്ടർക്ക് ലഭിച്ചിട്ടില്ല. എന്നിട്ട് തന്നെ ഇത്രയധികം മാറ്റം AI ടെക്നോളജിക്ക് നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് മനുഷ്യർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന കമ്പ്യൂട്ടർ ടെക്നോളജിയാണ് നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. നമ്മളുടെ ഒരു കുട്ടി, ആ കുട്ടിയെ നാം പക്ഷികളെ പരിചയപ്പെടുത്തുന്നു. ഇതാണ് കുരുവി, ഇത് പരുന്ത്, ഇത് കാക്ക, അങ്ങനെ നമ്മൾ നിരവധി പക്ഷികളെ പരിചയപ്പെടുത്തുന്നു. അവനെ നാം പരിചയപ്പെടുത്താത്ത ഒരു പക്ഷിയെ, ഒരു ദേശാടന പക്ഷിയെ അവൻ കണ്ടാൽ, പിന്നീട് കണ്ടാൽ, ആ കുട്ടി കണ്ടാൽ, ആ കുട്ടിക്ക് അത് പക്ഷിയാണെന്ന് മനസ്സിലാവും. കുട്ടി നമ്മളോട് ചോദിക്കുന്നത് അത് എന്ത് കിളിയാണച്ചാ, അത് എന്ത് പക്ഷിയാണ് അമ്മേ എന്നാണ് ചോദിക്കുന്നത്. അത് മൃഗമല്ല എന്നവന് മനസ്സിലായി. നാം പക്ഷി എന്ന് പറഞ്ഞാൽ അതിന്റെ കൊക്കിങ്ങനെ ഇരിക്കണം, അതിന് ചിറകുണ്ടായിരിക്കണം, അതിന്റെ വാലിങ്ങനെ ഇരിക്കണം, അതിന്റെ കാലുകൾ ഇങ്ങനെയാണ് ആകേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ രൂപത്തെ പറ്റിയിട്ടല്ല നാം പഠിപ്പിച്ചത്. നാം 1, 2, 3 പക്ഷികളെ കാണിച്ചു കൊടുത്തപ്പോൾ പക്ഷിയും മൃഗവും തമ്മിലുള്ള വ്യത്യാസം അവന് മനസ്സിലായി. അതുകൊണ്ടാണ് പക്ഷിയെ കണ്ടപ്പോൾ അത് ഏത് മൃഗമാണെന്ന് ചോദിക്കാതെ, അവൻ അറിയാത്ത ഒരു കിളിയെ കണ്ടപ്പോൾ, ഒരു പക്ഷിയെ കണ്ടപ്പോൾ അത് ഏത് കിളിയാണ്, അത് ഏത് പക്ഷിയാണ് എന്ന് നമ്മളോട് ചോദിച്ചതിന്റെ അർത്ഥം അവന് നാം മൃഗവും പക്ഷിയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കൊടുക്കാതെ തന്നെ അവന് മനസ്സിലായി. അതാണ് മനുഷ്യന്റെ സവിശേഷ ബുദ്ധി. ഈ ബുദ്ധിയിലേക്ക് കമ്പ്യൂട്ടർ എത്തിയിട്ടില്ല. നമ്മൾ കൊടുക്കുന്ന ഡേറ്റകൾ അനുസരിച്ചിട്ടാണ് കമ്പ്യൂട്ടർ ചിന്തിക്കുന്നതും പ്രതികരിക്കുന്നതും. ഭാവിയിൽ നാം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇത്രയും തുടക്കത്തിൽ തന്നെ ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിൽ ഇനി ഭാവിയിൽ എന്തുമാത്രം മാറ്റങ്ങൾ വരും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി അനുമാനിക്കാവുന്നതേ ഉള്ളൂ. ആദ്യം നാം ചിന്തിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജോലിയിൽ പ്രശ്നം സൃഷ്ടിക്കുന്നത് ബ്ലൂ കോളർ ജോലികൾ, അതായത് ശാരീരിക അധ്വാനം കൂടുതലായിട്ടുള്ള ജോലികളിലാണ് പ്രശ്നം സൃഷ്ടിക്കുക എന്നാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷേ ഇന്ന് നമുക്ക് മനസ്സിലാകുന്നു വൈറ്റ് കോളർ ജോബുകളെയും ഇത് കാര്യമായിട്ട് ബാധിക്കും. ബുദ്ധി ആവശ്യമുള്ള ജോലികളെയും ഇത് കാര്യമായി സ്വാധീനം ചെലുത്തും. അതായത് മനുഷ്യനെ പല മേഖലയിലും യന്ത്രം റീപ്ലേസ് ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു വെല്ലുവിളിയെ നാം എങ്ങനെ അതിജീവിക്കണം, അല്ലെങ്കിൽ ഈ ടെക്നോളജി നമുക്ക് തരുന്ന ഈ വെല്ലുവിളിയെ നാം എങ്ങനെയാണ് സമീപിക്കേണ്ടത്? അതിന് ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം, ഒരു കഥ പരിചയപ്പെടുത്തിക്കൊണ്ട്, 2 വ്യക്തികളെ, ആ കഥയിലെ 2 കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. തകഴി ശിവശങ്കരപ്പിള്ളയുടെ കൃഷിക്കാരൻ എന്ന് പറയുന്ന ഒരു ചെറുകഥയുണ്ട്. ആ ചെറുകഥയിലെ 2 കഥാപാത്രങ്ങളാണ് കേശവൻ നായരും ഔതക്കുട്ടി. ചങ്ങനാശ്ശേരിക്കാരനായിട്ടുള്ള, കുട്ടനാട്ടുകാരനായിട്ടുള്ള കേശവൻ നായർ വൈക്കത്തുകാരനായിട്ടുള്ള ജന്മിയുടെ 50 പറ നിലം കൃഷി ചെയ്യുന്നു. ഇദ്ദേഹം 40 വർഷമായിട്ട് ആ നിലം കൃഷി ചെയ്യുന്ന വ്യക്തിയാണ്. കേശവൻ നായർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കില്ല, ടെക്നോളജി ഉപയോഗിക്കില്ല, ട്രാക്ടർ ഉപയോഗിക്കില്ല. പരമ്പരാഗതമായ രീതിയിലേ അദ്ദേഹം കൃഷി ചെയ്യും. പക്ഷേ ഔതക്കുട്ടി നേരെ തിരിച്ചാണ്. അദ്ദേഹം ആധുനിക കൃഷി രീതിയുടെ ആളാണ്. അദ്ദേഹം ട്രാക്ടർ ഉപയോഗിക്കും, രാസവളങ്ങൾ ഉപയോഗിക്കും, കീടനാശിനികൾ ഉപയോഗിക്കും. സ്വാഭാവികമായി ആ പ്രദേശത്തെ ജന്മിമാരെല്ലാം കൃഷി ഔതക്കുട്ടിയെ ഏൽപ്പിച്ചു. ഈ 50 പറ കണ്ടം ഒഴികെ, ആ 50 പറ വയൽ ഒഴികെ ബാക്കി മുഴുവൻ കൃഷിയും ഔതക്കുട്ടിയുടേതായി. സ്വാഭാവികമായി ഔതക്കുട്ടിക്ക് വിളവ് കൂടി, നേരെ തിരിച്ച് കേശവൻ നായരുടെ വിളവ് കുറഞ്ഞു. പാട്ടക്കരാർ അനുസരിച്ചുള്ള നെല്ല് പോലും ജന്മിക്ക് കൊടുക്കാൻ പറ്റാതെയായി. ഈ സമയത്ത് ഔതക്കുട്ടി ഒരു ഓഫർ കേശവൻ നായരുടെ മുമ്പിൽ വെച്ചു. പാട്ടക്കരാർ അനുസരിച്ചുള്ള നെല്ല് ജന്മിക്ക് കൊടുക്കാനുള്ളതും തരാം, അതുകൂടാതെ എക്സ്ട്രാ ഒരവകാശം എന്നുള്ള നിലയിൽ കേശവൻ നായർക്കും നെല്ല് തരാം. കൃഷി ചെയ്യാനുള്ള അനുവാദം മാത്രം കൊടുത്താൽ മതി. ഈ 50 പറ നിലത്തിൽ കൃഷി ചെയ്യാനുള്ള അനുവാദം ഔതക്കുട്ടിക്ക് കൊടുത്താൽ നന്നായിട്ട് കൃഷി ചെയ്ത് വിളവുണ്ടാക്കി ഈ 2 കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ കേശവൻ നായർ 2നും തയ്യാറായില്ല. ഔതക്കുട്ടി കൊടുത്ത ഓഫറും സ്വീകരിച്ചില്ല, അതേപോലെ തന്നെ ആധുനിക ടെക്നോളജിയും സ്വീകരിച്ചില്ല. അദ്ദേഹം ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള നയത്തിൽ ആ പരമ്പരാഗതമായ ശൈലി തന്നെ തുടർന്നു.
സ്വാഭാവികമായി കൃഷി നഷ്ടത്തിലായി, പാട്ടം കൊടുക്കാൻ പറ്റാതായി. ജന്മി കേശവൻ നായരെ ഒഴിവാക്കി, ഔതക്കുട്ടിയെ കൃഷി ഏൽപ്പിച്ചു. ഔതക്കുട്ടിക്ക് നന്നായിട്ട് വിളവുണ്ടായി. അങ്ങനെ ദുഃഖിതനായ കേശവൻ നായരെയാണ് നമ്മളുടെ കഥയുടെ അവസാനത്തിൽ കാണുന്നത്. കേശവൻ നായർക്ക് എന്താണ് പറ്റിയത്? കാലത്തിനനുസരിച്ച് മാറാൻ കേശവൻ നായർ തയ്യാറായില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം, നാം ഈ വരുന്ന ടെക്നോളജിയിലെ മാറ്റം, നമ്മളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ടെക്നോളജിയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ആ മാറ്റങ്ങളുടെ മുമ്പിൽ ഒരിക്കലും കേശവൻ നായരാകരുത്, ഔതക്കുട്ടിയാണ് ആകേണ്ടത്. പുറംതിരിഞ്ഞു നിന്നാൽ, മാറ്റങ്ങൾക്ക് നേരെ നാം പുറംതിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ മാറ്റങ്ങൾ നമ്മളെ തന്നെ ഇല്ലാതെയാക്കും. കാലത്തിനനുസരിച്ച് നാം മാറാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. എന്തുമാത്രം മാറ്റങ്ങളാണ് ടെക്നോളജി നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. ഒരു 20 കൊല്ലം കൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ ടെക്നോളജി കൊണ്ടുവന്നില്ലേ? തീർച്ചയായും കൊണ്ടുവന്നു. നമ്മൾ സർക്കാർ ഓഫീസിൽ പോയി, വില്ലേജ് ഓഫീസിലൊക്കെ പോയി കരമടച്ച സ്ഥാനത്ത് നമുക്ക് അന്ന് ഒരിക്കലും ചിന്തിക്കാൻ സാധിച്ചില്ല പുറത്ത് അക്ഷയ പോലുള്ള ഏജൻസികൾ വരുമെന്നും അവിടെ പോയി വില്ലേജ് ഓഫീസിൽ പോയി ക്യൂ നിൽക്കാതെ നമുക്ക് ഇഷ്ടമുള്ള തിരക്ക് കുറഞ്ഞ അക്ഷയയിൽ പോയി നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമെന്നുള്ള കാര്യം അന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിച്ചില്ല. കറണ്ട് ചാർജൊക്കെ അടയ്ക്കാൻ വേണ്ടി, കറണ്ട് ബില്ലൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് KSEBിയിലൊക്കെ പോയി നമ്മൾ ക്യൂ നിന്നു. നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറിയിൽ ഇരുന്നുകൊണ്ട്, ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് അത് ചെയ്യാമെന്ന് നമ്മൾ അന്ന് ചിന്തിച്ചില്ല. ബാങ്കിങ് ഇടപാടൊക്കെ ബാങ്കിന്റെ സമയത്ത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ഏത് സമയത്തും നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കന്ന് ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങളാണ് കമ്പ്യൂട്ടറും ആധുനിക ടെക്നോളജിയും നമുക്ക് നൽകിയത്. ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും കൂടുതൽ അവസരങ്ങളാണ് ഇനി അങ്ങോട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആരോഗ്യരംഗത്തടക്കം ധാരാളം നേട്ടങ്ങൾ നമുക്ക് നൽകും. ഒരു ലബോറട്ടറി പോയി ടെസ്റ്റ് ചെയ്യാതെ അതാത് ദിവസം തന്നെ നമ്മുടെ വിയർപ്പോ അല്ലെ നമ്മുടെ ഹൃദയമെടുപ്പോ ഒക്കെ അനുസരിച്ച് നമ്മുടെ സ്മാർട്ട് വാച്ചും നമ്മുടെ സ്മാർട്ട് ഫോണും ഒക്കെ നമ്മുടെ ആരോഗ്യനില നിർണ്ണയിക്കുകയും നമുക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ടെക്നോളജിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ ടെക്നോളജിക്ക് നേരെ നാം പുറംതിരിഞ്ഞു നിൽക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മളുടെ മനോഭാവം മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതായത് ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക. ഇന്നലെ വരെ എഡ്യൂക്കേഷൻ ആയിരുന്നു നമ്മുടെ സമൂഹത്തിൽ പ്രാധാന്യമെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ എന്തു പഠിച്ചു എന്നുള്ളതല്ല ചോദ്യം, നിങ്ങൾക്ക് എന്ത് കഴിവുണ്ട് ടെക്നോളജിയിൽ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നാം പഠിക്കുന്നത്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പഠനം അവസാനിപ്പിച്ചു. അത് ഇനി മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം നാം സാങ്കേതിക വിദ്യയോടാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർ പഠനം ആവശ്യമാണ്, ലൈഫ് ലോങ് ലേണിംഗ് ആവശ്യമാണ്, സെൽഫ് ലേണിംഗ് ആവശ്യമാണ്. നിങ്ങൾക്ക് ജോലി കിട്ടിയാലും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം നിങ്ങൾ സ്വയം നേടിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ജോലി സാധ്യതകൾ ഇല്ലാതെയാകും, തിരിച്ചടികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ധാരാളം ബിസിനസ് അവസരങ്ങളും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ വരുന്ന സാങ്കേതിക മുന്നേറ്റം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് നാം ഒരിക്കലും ഇത് ഒരു അപകടമായിട്ടോ മനുഷ്യ സമൂഹത്തിനുള്ള വെല്ലുവിളിയായിട്ടോ കാണേണ്ട. ഇത് തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കാനും സന്തോഷപ്രദമാക്കാനും സഹായിക്കുന്ന ഏതൊരു ടെക്നോളജിയും പോലെ ഇത് മനുഷ്യന് നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ടെക്നോളജിയാണ്. തീർച്ചയായും അത് നിങ്ങൾ അതിനു വേണ്ടുന്ന കഴിവുകൾ, ആ ടെക്നോളജി നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടുന്ന കഴിവുകൾ നിങ്ങൾ കരസ്ഥമാക്കുക എന്നുള്ളതാണ് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.